അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വീഡിയോ ഇടുന്നത്. അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ ഉണ്ടാകും. അത് എന്തൊക്കെയാണെന്ന് ഇത് കാണുന്നവർ കണ്ടതിനാൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ ഓൺലൈനായിട്ട് വാങ്ങിയ കുറച്ച് ചെടികൾ ഞാൻ അത് അൺബോക്സ് ചെയ്യുന്നതും അത് പോട്ട് ചെയ്യുന്നതും പോട്ട് മിക്സ് എല്ലാം എങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടാണ് അത് പോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻ്റായിട്ട് ടൈപ്പ് ചെയ്ത് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഇതിൽ വരുന്ന പോരായ്മകൾ ഇത് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് എന്നോട് പറയാം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കതിന് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ ചെയ്യാൻ. പിന്നെ അതുകൊണ്ടാണ് പറയുന്നത്, കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇതിൽ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ഷോർട്സ് ഇട്ടിനേനും പിന്നെ അതെൻ്റെ ഓൺ വോയിസ് ചെയ്തതല്ല, അത് എനിക്കിഷ്ടമുള്ള സോങ്ങൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ്. എൻ്റെ ഓൺ വോയിസിൽ ആദ്യമായിട്ടാണ് ഞാനിത് ഫസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. 6 വെറൈറ്റി കലാത്തിയാണ് ഞാനിതിൽ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ പേര് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ അത് കലാത്തിയ എല്ലാവർക്കും അറിയപ്പെടുന്ന പ്ലാന്റ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഇത് ലീഫി പ്ലാന്റിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റാണ് കലാത്തിയ. അപ്പോൾ അതിങ്ങനെ കളക്ട് ചെയ്യുന്നതിൽ അത് വലിയ താല്പര്യമാണ്, കളക്ട് ചെയ്യാൻ. അങ്ങനെ അത് 6 വെറൈറ്റിയാണ് ഇതിൽ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇല്ലാതെ 6 വെറൈറ്റി. ഈ 6 പ്ലാന്റിൻ്റെ വില ഞാൻ പറയാം. മൊസൈക്ക പ്ലാന്റ്, നെറ്റ്വർക്കിൻ്റെ പ്ലാന്റ്, ഈ പ്ലാന്റിന് വില വന്നിട്ടുള്ളത് 150 രൂപയാണ്. പിന്നെ വൈറ്റ് ഫ്യൂഷൻ്റെ പ്ലാന്റിന് വില വന്നിട്ടുള്ളത് 200 രൂപയാണ്. ഈ യെല്ലോ വെർഗേറ്റിൻ്റെ പ്ലാന്റിന് വില വന്നിട്ടുള്ളത് 50 രൂപയാണ്. പിന്നെ ഫ്രെഡിക്ക് വില വന്നിട്ടുള്ളത് 170 രൂപ. പിന്നെ വൈറ്റ് സിയാനിൻ്റെ പ്ലാന്റിന് വില വന്നിട്ടുള്ളത് 100 രൂപ. അങ്ങനെയാണ് വില വന്നിട്ടുള്ളത്. പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ അത് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാനിവിടെ തയ്യാറാക്കുന്ന പോട്ടി മിക്സ് റെഡ് സോയിൽ, ചുവന്ന മണ്ണ്, അത് ഈ ഒരു പോട്ട് നിറയെ എടുത്തിട്ടുണ്ട്. പിന്നെ അത്ര തന്നെ ഏകദേശം അളവിൽ മണൽ എടുക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ കോക്കോപീറ്റ്, ചകിരിച്ചോറ്, ഈ 3 ഐറ്റംസ് എടുത്തിട്ടാണ്. ഈ 3 സാധനം മാത്രമേ ഈ ഫസ്റ്റ് പോട്ട് ചെയ്യുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിൽ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺലൈനായിട്ട് വാങ്ങിയ പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ അത് 2 ദിവസം മണ്ണിൽ ഇളക്കിയിട്ട് അതിൻ്റെതായ ക്ഷീണം ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ വളങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടിന് കേട് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് വളം ചേർക്കാത്തത്. ഇനി ഇത് ഏകദേശം റൂട്ട് പിടിച്ചെന്ന് മനസ്സിലാകുന്ന സമയത്ത് ചെറിയ പോട്ട് ചെയ്യുന്നതൊക്കെ റീപോട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ വലിയ പോട്ട് ചെയ്യുന്നതിൻ്റെ മണ്ണിളക്കിയിട്ട് വളങ്ങൾ ചേർത്ത് കൊടുക്കും. ചാണകവളം, പിന്നെ എല്ലുപൊടി, ഇതാണ് ഞാൻ അധികം ചേർത്ത് കൊടുക്കൽ. കോക്കോപീറ്റും മണ്ണും മണലും നല്ല രീതിയിൽ മിക്സ് ആകുന്നത് വരെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക മണ്ണ്. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ നന്നായിട്ട് ഡ്രൈനേജ് ഹോളുള്ള പോട്ടിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിപ്പോകും. ഇളക്കമുള്ള മണ്ണായിരിക്കും ഇത്. അപ്പോൾ കലാത്തിയ കലാത്തിൻ്റെ ഒക്കെ റൂട്ട് പെട്ടെന്ന് ചീഞ്ഞ് പോകും വെള്ളം കെട്ടിയെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി വെള്ളം നനക്കണം. ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ചെടിയാണ്, അതുകൊണ്ട് ഡെയിലി വെള്ളം നനച്ച് കൊടുക്കണം. പക്ഷേങ്കിൽ അത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചെടീൻ്റെ ആരോഗ്യത്തിന് അത് നല്ല രീതിയിൽ ഇത് തട്ടുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് നശിച്ച് പോവുക ചെയ്യുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി
ഇത് 3 സമം മിക്സ് ആയതിനു ശേഷം നമുക്കത് പോട്ട് ചെയ്ത് കൊടുക്കുക. ഈ പ്ലാന്റിന് വെയിലൊട്ടും തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും തന്നെ അത് പാടില്ല. അതിൻ്റെ ഇല പെട്ടെന്ന് കരിഞ്ഞു പോകും. മഴ നല്ലതാണ്. അപ്പോൾ മഴ ഉള്ള സമയത്ത് നമുക്ക് ഇതിനെ മഴ തട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ നമ്മൾ അത് മഴ തട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം കെട്ടിവെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ നന്നായിട്ട് നീർവാർച്ചയുള്ള അത് പോട്ടി മിക്സ് ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഹെൽത്തിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പോട്ടി മിക്സ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ മണൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മണ്ണിൻ്റെ പശപ്പശപ്പ് കുറേ ഭാഗങ്ങൾ കുറയും. പിന്നെ നല്ല മണ്ണെടുക്കുക, നല്ല ചുവന്ന ഇത് എന്താ പറയുക ഒട്ടിപ്പിടിക്കുക ക്ലേ രൂപത്തിൽ അല്ലാത്ത തരത്തിലുള്ള മണ്ണ് എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയാൽ തന്നെ കലാത്തിയ പെട്ടെന്ന് എന്താ പറയുക പുതിയ ഷൂട്ടുകൾ വരും. നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വീട് നല്ല ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കഴിയും ഈ പ്ലാന്റിനെ കൊണ്ട്. ഇതിൻ്റെ ലീഫിലുള്ള പാറ്റേൺ ആണ് നമുക്ക് അട്രാക്ഷനാണ് നമ്മുടെ കണ്ണിന്. ഇത് ഓരോ ലീഫിനും ഓരോ വെറൈറ്റി തരത്തിലുള്ള പാറ്റേൺ അതിൽ വരച്ച് വെച്ചിരിക്കുന്നത് പോലെയുള്ള 2 തരം കളറ്, 2 3 കളറിൽ വരുന്നുണ്ട് ഓരോ ഐറ്റംസ്. അപ്പം അത് നമ്മൾ ഹെൽത്തി ആയി നിൽക്കുന്ന സമയത്ത് അത് വീടിന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ ചുറ്റും വെച്ച് കഴിഞ്ഞാൽ അത് നല്ല അട്രാക്ഷനാണ് ഈ ലീഫി പ്ലാന്റ് കാണാൻ. ഫ്ലവർ പ്ലാന്റിനേക്കാൾ ഭംഗിയാണ് ലീഫി പ്ലാന്റ് കാണാൻ. നമ്മൾ ഫസ്റ്റ് ടൈം ഇത് പൈസ കൊടുത്തിട്ട് എത്ര വിലയായി കഴിഞ്ഞാലും പൈസ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് പുതിയ ഷൂട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും. കുറേ പ്ലാന്റായിട്ട് മാറുമ്പോൾ അത് നമുക്ക് ഏകദേശം നമ്മൾ വാങ്ങിയ റേറ്റിനല്ല, അത് നമ്മൾ ഇവിടെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമുക്കൊരു മിതമായ തരത്തിലുള്ള ഒരു വില പറഞ്ഞുകൊണ്ട് അത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതൊരു തരത്തിലുള്ള നഷ്ടവും വരില്ല. നമുക്കതൊരു എന്താ പറയുക നമുക്ക് വീട്ടിലിരുന്നിട്ടുള്ള ഒരു വരുമാന മാർഗം കൂടിയായിട്ട് മാറും. അത് വീട്ടിൽ നല്ല ഭംഗിയും കൂട്ടാം. നമുക്കൊരു വരുമാനം നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമുക്ക് എന്താ പറയുക അങ്ങനെ ഇങ്ങനെ ടൈം പാസ് ആക്കാതെ നമ്മുടെ ടൈം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് നല്ല ഊർജ്ജം വരാനും എന്താ പറയുക ഈ പ്ലാന്റ്സൊക്കെ വീട്ടിൽ വെക്കുന്നത് നല്ല തരത്തിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഇതിനോട് എത്രത്തോളം ഇഷ്ടം കാണിക്കുന്നു അതിനനുസരിച്ച് നമുക്കത് നല്ല കാഴ്ചയാണ് കണ്ണിന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് എല്ലാവരും എന്താ പറയുക ഇത് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാനിതിൽ പുതിയ പോട്ടോ പിന്നെ വീഡിയോ എടുക്കുന്ന വിചാരിച്ചിട്ട് നല്ല ഭംഗിയുള്ള പോട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. അത് എൻ്റെ ഉള്ള പോട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലിങ്ങനെ പോട്ട് ചെയ്ത് പിന്നെ അത് വേറെ നല്ല പോട്ടിലേക്ക് റീപോട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ബാലൻസ് വന്ന പോട്ട്സുകളാണ് ഇത് ഞാൻ കാണിക്കുന്നത്. അത് പ്രത്യേകിച്ച് വൃത്തിയാക്കുകയോ പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത് എങ്ങനെയാണോ റീപോട്ട് ചെയ്തതിൽ അവിടെ വെച്ചിട്ടുള്ളത് അതേ തരത്തിലാണ് എന്നെ ഇതിൽ കാണിക്കുന്നത്. അത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഇതെല്ലാം മഴയത്തങ്ങ് വെക്കുമ്പോൾ പോട്ടൊക്കെ നല്ല വൃത്തിയാവും. അപ്പോൾ അതിനായിട്ട് സമയം കളഞ്ഞിട്ടില്ല. സമയം എനിക്ക് ചെറിയ മോളുണ്ട്. അപ്പോൾ അവളെ കൊണ്ട് പെട്ടെന്ന് ഞാൻ എങ്ങനെയാണോ ഇത് പോട്ട് ചെയ്ത് എടുക്കാൻ പറ്റുക അങ്ങനെ ഞാൻ ചെയ്തെടുത്തിയാണ്. അത് കഴുകാനും പിടിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ സമയം അങ്ങ് പോകും. അതുകൊണ്ട് അതിന് സമയം ചിലവാക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ പോട്ട് ചെയ്ത പ്ലാന്റ്സൊക്കെ ഇത് പ്ലാന്റ്സ് ഹെൽത്തി ആയി കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യും. ആ സമയത്ത് ഞാൻ നല്ല പോട്ട്സ് വാങ്ങിയിട്ടായിരിക്കും ചെയ്യുക. അത് ഞാൻ വീഡിയോ ആയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ തൽക്കാലം ഉള്ള പോട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അത് ആരൊന്നും വിചാരിക്കല്ല, പോട്ട് വൃത്തിയൊന്നുമില്ല കാണാൻ, എല്ലാം മണ്ണ് പിടിച്ചിട്ടുള്ളത്. അത് ഞാൻ വേറെ ചെടികളൊക്കെ റീപോട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ബാലൻസ് വന്ന പോട്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് അതിൽ ഇപ്പോൾ തൽക്കാലം അതെടുത്തിട്ട് ചെയ്തത് മാത്രം. ഇൻഷാ അല്ലാഹ് 1 മാസം കൊണ്ട് റീപോട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ അത് പ്ലാന്റിൻ്റെ ഹെൽത്ത് പോലെ ഇരിക്കുന്ന റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആ സമയത്ത് ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക സഹകരിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. പിന്നെ എത്രത്തോളം നമ്മളെ വീഡിയോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ഇത് വീഡിയോ ചെയ്യാനുള്ള എന്താ പറയുക മൂഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. പിന്നെ ചെറിയ മോളെല്ലാം ഉള്ളത് കൊണ്ട് അതിനനുസരിച്ച് അത്രയ്ക്ക് സമയമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ അതിനനുസരിച്ച് വീഡിയോസും ഉണ്ടാവുള്ളൂ. ഡെയിലി വീഡിയോ ഇടാനൊന്നും കഴിയില്ല. ആഴ്ചയിൽ ഒന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടത്തോടു കൂടി കാണുക. പിന്നെ നിങ്ങളിൽ ഒരാളായിട്ട് തന്നെ എന്നെയും കാണുക. പിന്നെ എന്താ പറയുക, എന്തും എന്നോട് കമൻസ് വഴി പറയാം. നിങ്ങൾക്ക് നല്ലതും വടക്കും എല്ലാം പറയാം. ആരും എന്ത് ഞാനൊന്നും പറയില്ല. ഞാൻ ഗാർഡനിങ് ചെയ്ത് അതിൽ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് നല്ലതാണല്ലോ. അത് കാരണം ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുവാണെങ്കിൽ അതും നല്ലതാണല്ലോ. പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ അത് നമ്മൾ എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതല്ല. കുറേ കൊല്ലമായിട്ട് 2-3 കൊല്ലമായിട്ട് നമ്മൾ ഈ ഗാർഡനിങ്ങിൻ്റെ ബേക്കിൽ നടന്നിട്ട് നമുക്കതിൽ എത്രത്തോളം നമുക്ക് ഓരോരോ കാര്യങ്ങൾ എഫക്റ്റീവായിട്ടുണ്ട്, ഓരോരോ കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം എന്താ പറയുക, അത് ആദ്യത്തോടൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാം ഫെയിലായി പോക്കാണ്. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ കുറേ ഫെയിലാകുമ്പോൾ കുറേ ചെടികളൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരിതുണ്ടാവും എന്നുവെച്ചാൽ മനസ്സിൽ ടെൻഷൻ, നമ്മൾ പൈസയാണല്ലോ പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി പുതുതായിട്ട് തുടങ്ങുന്ന ബിഗിനേഴ്സിന് അത് ഉപകാരപ്രദമാകും. എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത തെറ്റുകൾ ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം അതുവഴി ആരും പൈസ നഷ്ടപ്പെടാതെ നമുക്ക് നല്ലൊരു ഗാർഡനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. എന്നുവെച്ചാൽ ആദ്യം ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല. വീട്ടിൽ കൂടി 2-3 കൊല്ലം കൊണ്ട് നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്ത് പഠിച്ച് വരുന്നു. ഇപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ ഐഡിയാസൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പം എല്ലാം ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നു. അപ്പോൾ അത് ആർക്കൊക്കെ ഉപകാരപ്രദമാകുന്നത് അവരൊക്കെ എന്ത് ചെയ്യുക, വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാം, നല്ലോണം സപ്പോർട്ട് ചെയ്യാം. അതൊക്കെയാണ് വേണ്ടത്. പിന്നെ വേറെന്തൊക്കെയാണ് കാര്യങ്ങൾ, അത്രയ്ക്കേ പറയാനുള്ളൂ. ഇന്ന് ഈ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി കുറേ കലാത്യാസിൻ്റെ റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ വരും വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ചെയ്യും. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ കേട്ടോ വീഡിയോ ഉള്ളൂ. എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്ത് തരിക കേട്ടോ. അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ആരാധ്യനായവനേ, ഹാജത്ത് തീർപ്പവനേ, ഖല്ലാഖുടയവനേ. അൽഹംദുലില്ലാഹ് ആരാധ്യനായവനേ, ഹാജത്ത് തീർപ്പവനേ, ഖല്ലാഖുടയവനേ. ശംസുൽ ഹുദാ മുസ്തഫ ശറഫുൽ ബഷീർ ഹുദാ, ശംസുൽ ഹുദാ മുസ്തഫ ശറഫുൽ ബഷീർ ഹുദാ. റൗള ഷരീഫ് കാണാൻ രാജാ തുണച്ചിടണേ. അൽഹംദുലില്ലാഹ് ആരാധ്യനായവനേ, ഹാജത്ത് തീർപ്പവനേ, ഖല്ലാഖുടയവനേ. അഖില ചരാചര പാലകൻ നീ, അകമറിയുന്നോനല്ലാഹു നീ. അൽഹംദുലില്ലാഹ് നായകൻ നീ, അകമറിയുന്നോനല്ലാഹു നീ. അഖില ചരാചര പാലകൻ നീ, അകമറിയുന്നോനല്ലാഹു നീ. അൽഹംദുലില്ലാഹ് നായകൻ നീ, അകമറിയുന്നോനല്ലാഹു നീ. മുർസലൻ അറിഞ്ഞു യാക്കൂബ് നബിക്ക് പിരിശപ്പും കനിയായി. അപ്പോൾ മുറുമുറു പരിശം ഹൃദയത്തിൽ
യൂസുഫിൻ സഹോദര കുളവായി. ഒരു ദിനം അവർ ചെമ്മരിയാടും ഒരുമിച്ചൊരു കട്ടിലണവായി. വേഗം വധിക്കണം നബി യൂസുഫിനെ എന്നവർ കഗതാരിൽ കൊതിയായി. ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ, അലി ഹൈദരിൻ പ്രിയ വിടർ ഫാത്തിമ, ആശിച്ചൊരു റുമാൻ പഴം തിന്നുവാൻ അത് പൂമാരനോട് പറഞ്ഞു വാങ്ങാൻ. ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ. ഈരൈദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ. ഈരൈദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ചൊന്നവർ മന്നർ നബി കരമേറ്റി, എന്നോട് എൻ കൊതിയെന്ന് ചൊഞ്ചാറ്റി. കുഞ്ഞിടയൻ കിഴവൻ പുകൾ പോറ്റി പോറ്റിയിടை ഫറുദവൻ പ്രിയമോടെ ഹബീബുള്ളാവേ. പോരീശ കടലോടെ ദിനകരം റസൂലുള്ളാഹ്